വിഴിഞ്ഞം സുപ്രധാനമായ ഒരു ഘട്ടം പിന്നിടുകയാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് ഇതുവരെ വിഴിഞ്ഞത്തെത്തിയ കപ്പലുകളുടെ എണ്ണം 1000 പിന്നിടുകയാണ്. ജൂൺ ആദ്യവാരം തന്നെ തുറമുഖം 900-ലധികം കപ്പലുകളെ കൈകാര്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെ കപ്പൽ ഗതാഗതം അതിവേഗം വർദ്ധിച്ചതോടെയാണ് ഈ ഒരു പ്രധാനപ്പെട്ട നേട്ടത്തിലേക്ക് വിഴിഞ്ഞം എത്തുന്നത്. വാണിജ്യ പ്രവർത്തനം ആരംഭിച്ച് 2 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ 1000ാമത്തെ കപ്പലിനെ സ്വീകരിക്കാൻ കഴിയുന്നു എന്നത് തന്നെ ഇന്ത്യൻ സമുദ്ര വ്യാപാര രംഗത്ത് മറ്റൊരു പ്രധാനപ്പെട്ട നാഴികക്കല്ല് കൂടിയായി മാറുകയാണ്. ഇതുവരെ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ വേഗത്തിലാണ് വിഴിഞ്ഞം തുറമുഖത്തിന് സമുദ്ര വ്യാപാര രംഗത്ത് സ്വീകാര്യത വർദ്ധിച്ചത്. രാജ്യത്തെ തന്നെ ഏറ്റവും വേഗത്തിൽ വളർച്ച നേടുന്ന തുറമുഖമായി വിഴിഞ്ഞം മാറിക്കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളായ MSC ഐറിന ഉൾപ്പെടെ നിരവധി അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസലുകൾ ഇതിനകം തന്നെ വിഴിഞ്ഞത്ത് എത്തിയിട്ടുമുണ്ട്. അന്താരാഷ്ട്ര കപ്പൽ ചാനലിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മൈൽ അകലെയുള്ള സ്ഥാനം വിഴിഞ്ഞത്തെ പ്രധാന ട്രാൻസിറ്റ്മെൻറ്റ് ഹബ്ബാക്കി മാറ്റിക്കഴിഞ്ഞു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇതുവരെ പിന്നിട്ട ആ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. 1. ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ഡീപ്പ് വാട്ടർ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം. വിദേശ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബുകളെ ആശ്രയിക്കാതെ തന്നെ ഇന്ത്യയിൽ തന്നെ കണ്ടെയ്നർ കൈമാറ്റത്തിന് ഇത് വഴിയൊരുക്കി എന്നതാണ് പ്രത്യേകത. 2. വാണിജ്യ പ്രവർത്തനത്തിൻ്റെ വിജയകരമായ തുടക്കം. പരീക്ഷണ ഘട്ടത്തിന് ശേഷം സ്ഥിരമായ വാണിജ്യ സേവന പ്രവർത്തനങ്ങൾ വേഗത്തിൽ തന്നെ ആരംഭിക്കാൻ കഴിഞ്ഞു എന്നതാണ് മറ്റൊരു നേട്ടം. മറ്റൊരു കാര്യം 20 ലക്ഷം TEU കൈകാര്യം ചെയ്തു എന്നതാണ്. രാജ്യത്തെ ഏറ്റവും വേഗത്തിൽ 20 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത തുറമുഖമായി വിഴിഞ്ഞം മാറിക്കഴിഞ്ഞു. 4ാമത്തെ പ്രധാനപ്പെട്ട നേട്ടം 1000ാമത്തെ കപ്പലിനെ സ്വീകരിക്കുന്ന ആ പ്രധാനപ്പെട്ട നാഴികക്കല്ല് തന്നെയാണ്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ഇത്ര അധികം കപ്പലുകൾ കൈകാര്യം ചെയ്യുന്നു എന്ന നേട്ടമാണ് സ്വന്തമാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളെ സ്വീകരിച്ചു ഈ തുറമുഖമെന്ന പ്രത്യേകതയുമുണ്ട്. MSC ഐറിന, MSC തുർക്കി തുടങ്ങിയ അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലുകൾ വിഴിഞ്ഞത്ത് എത്തിക്കഴിഞ്ഞു. 6ാമത്തെ പ്രധാനപ്പെട്ട നേട്ടം പ്രധാന ഷിപ്പിംഗ് കമ്പനികളുടെ സർവീസ് ഇവിടെ ഉണ്ടായി എന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, അതായത് MSC, വിഴിഞ്ഞത്തെ പ്രധാന തങ്ങളുടെ ട്രാൻസ്ഷിപ്മെൻറ്റ് കേന്ദ്രമായി ഉപയോഗിക്കുകയാണ്. ആഗോള സമുദ്രപാതയ്ക്ക് സമീപം കിഴക്ക് പടിഞ്ഞാറ് അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ നിന്നും ഏകദേശം 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള സ്ഥാനം തുറമുഖത്തിന് വലിയ തരത്തിലുള്ള മത്സര മികവ് നൽകുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. വലിയ ഡ്രഡ്ജിങ് ആവശ്യമില്ല എന്ന പ്രത്യേകത അത് പ്രകൃതിദത്തമായി തന്നെ നമുക്ക് കരിഞ്ഞു കിട്ടിയ ഒരു പ്രത്യേകത കൂടിയാണ്. ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട നേട്ടങ്ങളിലേക്ക് വരുമ്പോൾ ദക്ഷിണേഷ്യയിലെ ഏറ്റവും പുതിയ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബായി വിഴിഞ്ഞം മാറിക്കഴിയുന്നു എന്നതാണ്. മുമ്പ് പോർട്ട് ഓഫ് കൊളംബോ, പോർട്ട് ഓഫ് സിംഗപ്പൂർ, പോർട്ട് ഓഫ് ജബൽ അലി എന്നിവയെ ആശ്രയിച്ചായിരുന്നു ഇന്ത്യൻ ചരക്കിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ പൂർണ്ണമായും വിഴിഞ്ഞത്തേക്ക് മാറിക്കഴിഞ്ഞു എന്ന പ്രത്യേകതയുമുണ്ട്. അതേസമയം ഇങ്ങനെ നേട്ടങ്ങളുടെ പട്ടിക വിവരിക്കുമ്പോഴും വിഴിഞ്ഞം അതിൻ്റെ പ്രതീക്ഷിത സാധ്യതകളിലേക്ക് കടന്നോ എന്ന ചോദ്യം കൂടി ഉയരുകയുണ്ട്. ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. അതായത് വിഴിഞ്ഞം വഴി കടൽ വ്യാപാരം സുഗമമായി നടക്കുമ്പോഴും ഇത് പ്രദേശവാസികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നേട്ടത്തിന് വഴിയൊരുക്കിയോ? ഇല്ല. തുറമുഖത്തിൻ്റെ ഗേറ്റ് കടന്ന് ഇതുവരെ ഒരു കണ്ടെയ്നർ പോലും അകത്തേക്കോ പുറത്തേക്കോ പോയിട്ടില്ല. നടക്കുന്നത് മദർഷിപ്പുകളിലെത്തുന്ന കണ്ടെയ്നറുകൾ ചെറുകപ്പലുകളിലേക്ക് കൈമാറ്റം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം മാത്രമാണ്. കണ്ടെയ്നർ കൈമാറ്റം റോഡ് വഴി നടന്നാൽ മാത്രമേ പ്രദേശവാസികൾക്ക് ഈ പദ്ധതിയുടെ നേട്ടമുണ്ടാകൂ. വിഴിഞ്ഞം പദ്ധതി വന്നതിൻ്റെ പേരിൽ തുറമുഖ ഗേറ്റിന് പുറത്ത് ഇതുവരെ ഒരു അനുബന്ധ വ്യവസായവും ഉണ്ടായിട്ടുമില്ല. എന്തിന് പ്രദേശത്തെ ചായക്കടകളിൽ പോലും 1 രൂപയുടെ കച്ചവട വർധനവുണ്ടായിട്ടില്ല എന്നതാണ് പ്രദേശവാസികൾ തന്നെ സൂചിപ്പിക്കുന്നത്. റോഡ് റെയിൽ കണക്ടിവിറ്റി പൂർണ്ണമായിട്ടില്ല എന്നതാണ് കണ്ടെയ്നറുകൾ പുറത്തേക്ക് വരാത്തതിന് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. മികച്ച റോഡ് റെയിൽ കണക്ടിവിറ്റി വേണം, അത് ശരി തന്നെയാണ്. പക്ഷേ നിലവിലുള്ള റോഡ് ഉപയോഗിച്ച് തന്നെ കണ്ടെയ്നർ കൈമാറ്റം സാധ്യമാണ് എന്നതാണ് ശ്രദ്ധേയം. വിഴിഞ്ഞം തുറമുഖ ഗേറ്റിന് സമീപമുള്ള റോഡിൽ കൂടി ദിവസവും തൂത്തുക്കുടിയിലേക്കും ഒപ്പം കൊച്ചി തുറമുഖത്തിലേക്കും നിരവധി കണ്ടെയ്നറുകൾ യാത്ര ചെയ്യപ്പെടുന്നുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അനുമതിയില്ലാത്തതാണ് വിഴിഞ്ഞത്ത് നിന്നും കണ്ടെയ്നറുകൾ പുറത്തേക്ക് എത്താത്തതിന് കാരണമായി പറയപ്പെടുന്നത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷമായിട്ടും ഈ അനുമതി എന്തുകൊണ്ട് നേടിയെടുക്കുന്നില്ല എന്നത്
തുറമുഖ അധികൃതർ വിശദീകരിക്കണം. നമ്മുടെ പതിറ്റാണ്ടുകളായുള്ള സ്വപ്നമാണ് വിഴിഞ്ഞത്തേത്. പ്രാദേശിക വികസനമെന്ന വലിയൊരു ലക്ഷ്യവും ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്നത് ആരും മറക്കരുത് എന്നതുകൂടിയാണ് ഈ നേട്ടത്തിനിടയിലും ഓർമ്മപ്പെടുത്താനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.